ഇരിക്കുന്നിരിപ്പിലാണ് ചില മോഹങ്ങളൊക്കെ പൊട്ടിമുളയ്ക്കുന്നത്. ഇന്ന് അങ്ങനെ ഒരു മോഹം ഉച്ച കഴിഞ്ഞപ്പോൾ തൊട്ട് തോന്നുന്നു പായസം കുടിക്കാൻ. വൈകിട്ട് ഇന്ന് അടുക്കളയിൽ അധികം പണികളൊന്നുമില്ല. ഇമ്മിണി നേരത്തെ വരാനും പറ്റി. അതുകൊണ്ട് ഞാൻ പായസം വെക്കാൻ പോവാണ്. പായസം മിക്സ് മേടിച്ചത് ഇരിപ്പുണ്ടായിരുന്നു. എപ്പോഴോ സാധനങ്ങൾ വാങ്ങിക്കാൻ സൂപ്പർ മാർക്കറ്റിൽ കയറിയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വെച്ചിരുന്നതാണ് കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ ഇതുപോലെ കൊതി തോന്നുമ്പം ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട്. പഴയതുപോലെ ഇപ്പം അങ്ങോട്ട് മധുരത്തിനോട് അത്ര പ്രിയം പോരാ കേട്ടോ. മധുരം കഴിക്കും എന്നാലും അധികം വേണ്ട. അതുകൊണ്ട് പായസം മിക്സിയിൽ നിന്ന് കുറച്ച് പഞ്ചസാരയൊക്കെ ഇടഞ്ഞ് മാറ്റിയിട്ടാണ് ഞാൻ വെച്ചത്. അത്രയും പഞ്ചസാര മാറ്റിയിട്ടും നല്ല മധുരമായിരുന്നു പായസത്തിന് കേട്ടോ. പായസമൊക്കെ റെഡിയാക്കാൻ അങ്ങോട്ട് വെച്ചിട്ട് ഞാൻ ദീപാരാധനയുടെ കൊട്ടും മേളമൊക്കെ കേൾക്കാൻ ഇങ്ങോട്ട് വന്ന് നിന്നതാ. ഒരു 10 ചോട്ടടി അങ്ങോട്ട് നടന്നാൽ അമ്പലമാണ് കേട്ടോ. ഇന്നെന്തോ വിശേഷ ദിവസമായിരുന്നു. അതുകൊണ്ട് നല്ല സൗണ്ടിൽ പാട്ടൊക്കെ കേൾക്കായിരുന്നു. നേരം ഇങ്ങനെ പുലർന്നു വരുമ്പോഴും നേരം സന്ധ്യയാവുമ്പോഴും ഈ ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിൽ എത്തിപ്പെടുമ്പോൾ നമ്മുടെ മനസ്സും കൂടി വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ ദേ പായസമൊക്കെ വെന്തു നെയ്യൊക്കെ ചേർത്ത് വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 3 ഗ്ലാസ്സിലേക്ക് പകരാനുള്ളതേ ഉള്ളായിരുന്നു കേട്ടോ. വലിയൊരു ചരുവം എടുത്ത് പായസത്തിന് വെക്കുന്നത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ചിരി വന്നോ? പാല് തിളച്ച് തൂവി പോകുന്നത് എനിക്ക് പേടിയാണ് പ്രിയങ്ങളെ. അതിനാണ് ഞാൻ അത്രയും വലിയ പാത്രം എടുത്ത് വെച്ചത് കേട്ടോ.